Good morning, students. നമുക്ക് റേഷ്യോ ടെസ്റ്റിൽ മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ലിമിറ്റ് സിഗ്മ k equal to 1 to infinity k factorial 3 raised to k by k raised to k. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കാം? സിഗ്മ യു കെ ആയിട്ട് എടുക്കാം. അപ്പൊ യു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? യു കെ എന്ന് പറയുന്നത് k factorial 3 raised to k by k raised to k. അപ്പൊ യു കെ പ്ലസ് 1 എന്തായിരിക്കും? യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ k plus 1 factorial 3 raised to k plus 1 divided by k plus 1 raised to k plus 1. കണ്ടോ? k എവിടേക്ക് കാണും അവിടേക്ക് നമ്മൾ എന്ത് കൊടുത്തു? k plus 1 കൊടുത്തു. ഫസ്റ്റ് k ഫാക്ടോറിയലില് k plus 1 കൊടുത്തു. ഈ 3 raised to k ല് 3 raised to k plus 1 കൊടുത്തു. താഴെ k plus 1 whole raised to k plus 1. ഇനി നമുക്ക് റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity uk plus 1 by uk. ഫോർമുല നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. ലിമിറ്റ് k tends to infinity uk plus 1 by uk. അപ്പൊ ലിമിറ്റ് k tends to infinity uk plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? k plus 1 factorial 3 raised to k plus 1 divided by k plus 1 in raised to k plus 1 divided by താഴെ എന്താണ്? k factorial 3 raised to k by k raised to k. This is equal to limit k tends to infinity k plus 1 factorial നമുക്ക് എങ്ങനെ എഴുതാം? k factorial into k plus 1 എന്ന് എഴുതാം. into 3 raised to k plus 1 എങ്ങനെ എഴുതാം? 3 raised to k into 3 എന്ന് എഴുതാം അല്ലേ? 3 raised to k plus 1 നമുക്ക് എന്ത് എഴുതാം? 3 raised to k into 3 എന്ന് എഴുതാം. ഇനി k raised to k ന്യൂമറേറ്ററോട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ k raised to k എന്ന് എഴുതി. ഇനി ഡിനോമിനേറ്ററിൽ എന്തൊക്കെയുള്ളത് നോക്കിയേ? ഡിനോമിനേറ്ററിലുള്ളത് k plus 1 raised to k plus 1. k plus 1 raised to k plus 1 എങ്ങനെ എഴുതാം? k plus 1 raised to k into k plus 1. ഇനി എന്താ ഉള്ളത്? k ഫാക്ടോറിയൽ ഉണ്ട്. k ഫാക്ടോറിയൽ ഇൻറ്റു 3 raised to k. കുറെ ടേംസുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ അത് ലിമിറ്റ് k tends to infinity ന്യൂമറേറ്ററിൽ വരുന്ന എന്തൊക്കെയാണ്? k plus 1 ഫാക്ടോറിയൽ. അതിന് ഞാൻ എങ്ങനെ എഴുതി? k ഫാക്ടോറിയൽ ഇൻറ്റു k plus 1 എന്ന് എഴുതി. 3 raised to k plus 1 എങ്ങനെ എഴുതി? 3 raised to k into 3 എന്ന് എഴുതി. പിന്നെ താഴെയുള്ള k raised to k മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ k raised to k. ഇനി ഡിനോമിനേറ്ററിൽ k plus 1 raised to k plus 1 നെ k plus 1 raised to k into k plus 1 എന്ന് എഴുതി. പിന്നെ k ഫാക്ടോറിയൽ ഇൻറ്റു 3 raised to k. ഇനി അതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഈ k ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. ഈ 3 raised to k യും 3 raised to k യും ക്യാൻസൽ ചെയ്യാം. ഈ k plus 1 ഉം k plus 1 ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടണേ? ലിമിറ്റ് k tends to infinity ന്യൂമറേറ്ററിൽ ബാക്കിയുള്ളത് 3 into k raised to k എന്നാണ് ഉള്ളത് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിലുള്ള എന്താണെന്ന് നോക്കിയേ? ഡിനോമിനേറ്ററിൽ നമുക്ക് k plus 1 whole raised to k എന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 3 നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ലിമിറ്റ് k tends to infinity k by k plus 1 whole raised to k എന്ന് എഴുതാം. That is 3 limit k tends to infinity. ഇത് നമുക്ക് എന്ത് എഴുതാം? 1 by 1 plus 1 by k. k കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്തപ്പോൾ 1 by 1 plus 1 by k whole raised to k എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 into ഇവിടെ നമ്മൾക്ക് k tends to infinity 1 by 1 plus 1 by k whole raised to k. ഇത് ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 3 by e എന്നാണ്. അപ്പൊ 3 by 2.071 എന്നാണ് കിട്ടുന്നത്. 3 by 2.0 ഇയുടെ വാല്യൂ എത്രയാണ്? 2.071 ആണ്. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. 3 by 2.071 ഗ്രേറ്റർ ദാൻ 1 ആണ്. Therefore റോ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സീരീസ് എന്താണ്? സീരീസ് ഈസ് ഡൈവർജന്റ്. സീരീസ് ഈസ് ഡൈവർജന്റ്. Therefore given series ഏതാണ്? സിഗ്മ k equal to 1 to infinity k factorial 3 raised to k by k raised to k is ഡൈവർജന്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടാം. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. പ്രോബ്ലം ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം വരുന്നുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അത് വളരെ കൃത്യമായിട്ട് ചെയ്യാം. ഇത് എങ്ങനെ 1 2 3 4 5 ടൈം ന്യൂമറേറ്റർ വന്നിട്ടുണ്ട്. 1 2 3 4 ടൈം വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ടൈം കിട്ടും. അതിന് നമുക്ക് k by k plus 1 നമ്മൾ എന്ത് എഴുതി? 1 plus 1 by 1 plus 1 by k whole raised to k എന്ന് എഴുതി. ഇത് e ആണ്. അപ്പൊ 3 by e എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. സീരീസ് ഈസ് ഡൈവർജന്റ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം, ചെയ്ത് പഠിക്കാം.